നമസ്കാരം. വിജയ് സംഗീത വിവാഹമോചന കേസ് തമിഴകത്ത് വലിയ ചർച്ചാ വിഷയമായി തുടരുക തന്നെയാണ്. ഗുരുതരമായ ആരോപണമാണ് സംഗീത വിജയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്നും ഇതാണ് ബന്ധം തകരാനുള്ള കാരണമെന്നുമാണ് സംഗീത പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഭർത്താവിന്റെ അവഗണന തനിക്കുണ്ടാക്കിയ അപമാനത്തെക്കുറിച്ചും മാനസിക വിഷമത്തെക്കുറിച്ചുമെല്ലാം പെറ്റീഷനിൽ സംഗീത പരാമർശിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് വിജയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ വിമർശനവും വെറുപ്പും കൂടാനുള്ള കാരണം. എന്തായാലും തമിഴ് സിനിമയിലെ ഏറ്റവും സമ്പന്നരായ താരങ്ങളിൽ ഒരാളും തമിഴക വെട്രികം കഴകം നേതാവുമായ വിജയുടെ ആസ്തി വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ആകെ 645 കോടി രൂപയുടെ ആസ്തിയാണ് സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 515.73 കോടിയുടെ സ്വത്ത് വിജയുടെ പേരിലും 18 കോടിയുടെ സ്വത്ത് ഭാര്യ സംഗീതയുടെ പേരിലുമാണ് ഉള്ളത്. കൊടൈക്കനാലിലെ 2 എസ്റ്റേറ്റുകൾ, വലിയ ബാങ്ക് നിക്ഷേപങ്ങൾ എന്നിവ മുതൽ അടുത്തിടെ വാങ്ങിയ 67,000 രൂപ വിലയുള്ള TVS എക്സൽ മോപ്പഡും വിജയുടെ ആസ്തി വിവരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ 213 കോടി രൂപയും ആക്സിസ് ബാങ്കിൽ 53 കോടി രൂപയും നിക്ഷേപമുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷത്തിൽ 734.4 കോടി രൂപ വരുമാനം ഉണ്ടായിട്ടുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്ക് നൽകിയ വായ്പകളെക്കുറിച്ചും വിജയ് വിശദീകരിച്ചിട്ടുണ്ട്. മകന് 8 ലക്ഷം രൂപയും മകൾക്ക് 4 ലക്ഷം രൂപയും വായ്പയായി നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. വിജയുടെ സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിജയ് 12ാം ക്ലാസ് വരെ സ്വകാര്യ മേഖലയിൽ പഠിച്ചു. അതിനുശേഷം BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠനം ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. അടുത്തിടെ രൂപീകരിച്ച TVK എന്ന രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷനായ വിജയ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിന് ഇറങ്ങുകയാണ്. പേരമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നിങ്ങനെ 2 മണ്ഡലങ്ങളിലാണ് വിജയ് ജനവിധി തേടുന്നത്. DMK-യുടെയോ NDA-യുടെയോ പിന്തുണ ഇല്ലാതെ തനിച്ചാണ് TVK തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. വിജയുടെ പാർട്ടിയെ കൂടെ നിർത്താൻ BJP ശ്രമിച്ചിരുന്നുവെങ്കിലും ഫലം കണ്ടിരുന്നില്ല. അതേസമയം തന്നെ തിങ്കളാഴ്ച ചെന്നൈയിൽ സംഘടിപ്പിച്ച വിജയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് റോഡ് ഷോയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് TVK ആരോപിച്ചു. പെരമ്പൂരിൽ നിന്ന് ആരംഭിച്ച പ്രചാരണം കൊളത്തൂരിലേക്ക് നീണ്ടപ്പോൾ വൻ ജനക്കൂട്ടമുണ്ടായി. ഇത് വഴികളിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിനും ആശയക്കുഴപ്പങ്ങൾക്കും ഇടയാക്കി. മൂലാക്കാട്, തിരുവീക്ക നഗർ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ കനത്ത തിരക്കുണ്ടായി. റോഡിന് ഇരുവശവും തടിച്ചുകൂടിയ ജനങ്ങളെ നിയന്ത്രിക്കാനായില്ല. നടൻ രാഷ്ട്രീയക്കാരനായ വിജയിയെ ഒരു നോക്ക് കാണാൻ ജനക്കൂട്ടം ഉയർന്ന സ്ഥലങ്ങളിൽ പോലും കയറിക്കൂടിയത് വലിയ സുരക്ഷാ വെല്ലുവിളിയായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച പരാതിയിൽ റോഡ് ഷോയിൽ മുൻകൂട്ടി അനുമതി ലഭിച്ചിട്ടും ട്രാഫിക് നിയന്ത്രിക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടെന്ന് TVK ജോയിന്റ് ജനറൽ സെക്രട്ടറി CTR നിർമ്മൽ കുമാർ ആരോപിച്ചു. ജനക്കൂട്ടത്തെയും ഗതാഗതത്തെയും നിയന്ത്രിക്കാത്തത് പൊതുജനങ്ങൾക്കും വിജയിയുടെ പ്രചാരണ വാഹന വ്യൂഹത്തിനും അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം തന്നെ APJ അബ്ദുൽ കലാമിന്റെ ഉപദേഷ്ടാനായിരുന്ന V പൊൻരാജിനെതിരെയും നടനും TVK നേതാവുമായ വിജയ് പരാതി നൽകിയത് ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട്. സ്ത്രീകളെ ആക്ഷേപിക്കുന്ന പരാമർശം പൊൻരാജ് നടത്തിയെന്നാണ് വിജയ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. വിജയുടെ നീക്കത്തിനെതിരെ ബൈൽവാൻ രംഗനാഥൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നു. ഭാര്യയെ പറഞ്ഞപ്പോൾ വരാത്ത ദേഷ്യം വിജയ്ക്ക് ഇപ്പോൾ എവിടെ നിന്ന് വന്നു? തൃഷയെക്കുറിച്ച് പറഞ്ഞാലും തെറ്റില്ലേ? തൃഷയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമില്ലേ? നീ താലി കെട്ടിയ ഭാര്യ ഒരു മകന്റെയും മകളുടെയും അമ്മയാണ്. താങ്കളുടെ പാർട്ടിക്കാർ തന്നെ അവരെക്കുറിച്ച് മോശമായി സംസാരിച്ചപ്പോൾ അവരെ എതിർത്തു. നിങ്ങൾ വിവാഹമോചനം ചെയ്യുന്നുവെങ്കിൽ അതൊന്നും വലിയ കാര്യമില്ല. എന്നാൽ നിങ്ങളുടെ മക്കളുടെ അമ്മയാണെന്നും ബൈൽവാൻ രംഗനാഥൻ പറഞ്ഞു. വിജയുടെ അണികൾ പല സ്ത്രീകൾക്കെതിരെയും മോശമായ പരാമർശം നടത്തിയിട്ടുണ്ടെന്ന് ബൈൽവാൻ രംഗനാഥൻ പറയുന്നു. എന്തായാലും വിജയുടെ വ്യക്തിജീവിതം തമിഴ്നാട്ടിൽ വ്യാപകമായ ചർച്ചയാവുകയാണ്. ഭാര്യ സംഗീത വിവാഹമോചന ഹർജി നൽകിയതോടെയാണ് താരത്തിന്റെ കുടുംബ പ്രശ്നങ്ങൾ പുറലോകം അറിയുന്നത്. ഒരു നടിയുമായി വിജയ്ക്കുള്ള ബന്ധമാണ് പിരിയാൻ കാരണമായി സംഗീത പറയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം മക്കളും വിജയിൽ നിന്ന് അകലം പാലിക്കുകയാണ്. ദിവ്യ സാഷ, ജേസൺ സഞ്ജയ് എന്നീ 2 മക്കളാണ് വിജയ്ക്കുള്ളത്. മകൾ ദിവ്യ സാഷ അച്ഛനെ നേരിൽ കണ്ടെന്നും ഇവർ തമ്മിലുള്ള അകൽച്ച മാറിയെന്നും കഴിഞ്ഞ ദിവസം അഭ്യൂഹം പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ബാലാജി പ്രഭു. അച്ഛനേക്കാൾ അമ്മയ്ക്കാണ് മക്കളോട് സ്നേഹമെന്ന് പൊതുവെ പറയും. എന്നാൽ അങ്ങനെയല്ല. അച്ഛന് മക്കളോട് വലിയ സ്നേഹമുണ്ടാകും. എന്നാൽ വിജയ്ക്ക് ഈ സ്നേഹമുണ്ടോ? വിജയുടെ മാതാപിതാക്കൾ അനാഥരെ പോലെയാണ് കഴിയുന്നത്. മകളോട് സ്നേഹമുണ്ടായിരുന്ന ആളായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. മകൾ വന്ന് സംസാരിച്ചു. വീണ്ടും സംഗീതയ്ക്കൊപ്പം വീണ്ടും ജീവിതം എന്നതെല്ലാം ഗോസിപ്പുകൾ മാത്രമാണ്. വിജയുടെ മനസ്സ് അങ്ങനെയാണ്. ഒരു പ്രാവശ്യം തീരുമാനമെടുത്താൽ മാറ്റമില്ല. നാളെ വിജയും വയോധികനാവും. ആ പ്രായത്തിൽ ഭാര്യയെയും മക്കളെയും തിരയും. പക്ഷെ അവർ പോകും. മക്കളോടും ഭാര്യയോടും ഒരു സ്നേഹവുമില്ലാത്തയാളാണ് വിജയെന്ന് ബാലാജി പ്രഭു പറഞ്ഞിരുന്നു. അതേസമയം വിജയുടെ വ്യക്തിജീവിതം തമിഴ്നാട്ടിൽ വ്യാപകമായി ചർച്ചയാവുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം മക്കളും വിജയിൽ നിന്ന് അകലം പാലിക്കുകയാണ്. ദിവ്യ സാഷ, ജേസൺ സഞ്ജയ് എന്നീ 2 മക്കളും വിജയിൽ നിന്നും അകലം പാലിക്കുകയാണെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. മകൾ ദിവ്യ സാഷ അച്ഛന്റെ നേരിൽ കണ്ടെന്നും ഇവർ തമ്മിലുള്ള അകൽച്ച മാറിയെന്നും കഴിഞ്ഞ ദിവസം അഭ്യൂഹം പറഞ്ഞിരുന്നു. വിഷയത്തിൽ
ബാലാജി പ്രഭു സംസാരിച്ചത് ഇങ്ങനെയാണ്: അച്ഛനേക്കാൾ അമ്മയ്ക്കാണ് മക്കളോട് സ്നേഹമെന്ന് പൊതുവെ പറയും. എന്നാൽ അങ്ങനെയല്ല. അച്ഛന് മക്കളോട് വലിയ സ്നേഹമുണ്ടാകും. എന്നാൽ വിജയ്ക്ക് ഈ സ്നേഹമില്ല. വിജയുടെ മാതാപിതാക്കൾ അനാഥരെ പോലെയാണ് കഴിയുന്നത്. മകളോട് സ്നേഹമുണ്ടായിരുന്ന ആളായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. മകൾ വന്ന് സംസാരിച്ചു. വീണ്ടും സംഗീതയ്ക്കൊപ്പം വീണ്ടും ജീവിതം എന്നതെല്ലാം ഗോസിപ്പുകൾ മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു. വിജയുടെ മനസ്സ് അങ്ങനെയാണ്. ഒരു പ്രാവശ്യം തീരുമാനമെടുത്താൽ മാറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും പ്രശ്നകലുഷിതമായ നാളുകളിലൂടെയാണ് നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് കടന്നു പോകുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളില്ല. TVK എന്ന പാർട്ടിയുമായി കന്നിയംഗത്തിന് ഒരുങ്ങുന്ന വിജയ്ക്ക് ചുറ്റും പ്രശ്നങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. ഭാര്യ സംഗീതം നൽകിയ ഡിവോഴ്സ് പെറ്റീഷനാണ് ഇതിൽ ഏറ്റവും പ്രധാനം. വിജയുടെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ ക്ഷതം ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. കാരൂർ ദുരന്തത്തിൽ വിജയ് വിമർശനം നേരിട്ടതിനു ശേഷമാണ് ഡിവോഴ്സ് പെറ്റീഷനും ചർച്ചയായത്. എവിടെയൊക്കെയോ വിജയ്ക്ക് പിഴയ്ക്കുന്നുണ്ടെന്നും താരത്തിന്റെ രാഷ്ട്രീയ ഭാവി പ്രവചനാതീതമാണെന്നുമാണ് വിലയിരുത്തൽ. ഇതിന്റെ വിജയുടെ അവസാന സിനിമയായി കണക്കാക്കപ്പെട്ടിരുന്ന ജനനായകന്റെ റിലീസ് അനിശ്ചിതത്വത്തിലാണ്. വിജയെക്കുറിച്ചുള്ള മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. വിജയ് തന്റെ സ്വത്തുക്കളിൽ പലതും വിറ്റുകൊണ്ടിരിക്കുകയാണെന്നും പ്രചരിക്കുന്ന വാർത്തകളുണ്ടായിരുന്നു. ചെന്നൈയിലെ തന്റെ പ്രധാന സ്വത്തുക്കളിൽ പലതും വിജയ് വിറ്റെന്ന് പറഞ്ഞിരുന്നു. അണ്ണാനഗറിലെ പ്രോപ്പർട്ടി 35 കോടി രൂപയ്ക്ക് വിറ്റു. ഒരു വർഷത്തോളമായി വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയാണെന്നാണ് പറഞ്ഞിരുന്നത്. പെട്ടെന്നുള്ള കാരണങ്ങളാൽ 35 കോടിക്ക് ഡീൽ നടന്നുവെന്നും പറയുന്നുണ്ട്. 2 പ്രോപ്പർട്ടികൾ കൂടി ഇത്തരത്തിൽ വിൽക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതേസമയം പാർട്ടിയിലേക്കുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയല്ല ഈ വിൽപ്പന നടന്നത്. 2 കാരണങ്ങളാണ് ഇതിന് പറയപ്പെടുന്നത്. ഭാര്യ സംഗീതയുമായുള്ള വിവാഹമോചനം മുന്നിൽ കണ്ടാണ് നീക്കമെന്നാണ് ആദ്യത്തെ നിഗമനം. തനിക്ക് അർഹമായ ജീവനാംശം നൽകണമെന്ന് സംഗീത ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെറും കൈയോടെ ബന്ധം പിരിയാൻ സംഗീത തയ്യാറല്ല. 27 വർഷം നീണ്ട വിവാഹബന്ധം, മക്കളുടെ വിദ്യാഭ്യാസം, ഭാവി എന്നിവയെല്ലാം പരിഗണിച്ച് ജീവനാംശം വിജയ് നൽകേണ്ടി വരും. സ്വത്തുക്കളിൽ സംഗീതയ്ക്ക് അവകാശവാദവും ഉന്നയിക്കാം. ഇതെല്ലാം മുന്നിൽ കണ്ടായിരിക്കാം വിജയ് സ്വത്തുക്കളിൽ ചിലത് വിറ്റ് തുക മാറ്റുന്നത്. രാഷ്ട്രീയമാണ് പറയപ്പെടുന്ന മറ്റൊരു കാരണം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിജയ്ക്ക് സത്യവാങ്മൂലം നൽകുമ്പോൾ തന്റെ സ്വത്തുക്കളുടെ പൂർണ്ണ വിവരം നൽകേണ്ടി വരും. അതിനാൽ സമ്പത്ത് കുറച്ച് കാണിക്കാനായിരിക്കും ഈ നീക്കമെന്നും പറഞ്ഞിരുന്നു. തമിഴകത്തെ ഫിലിം ജേർണലിസ്റ്റുകൾ പറയുന്നത് പ്രകാരം വിജയും സംഗീതയും ഏറെക്കാലമായി അകൽച്ചയിലാണ്. 2021 മുതൽ വിജയ് വീടിന്റെ താഴത്തെ നിലയിലാണ്, ഒറ്റയ്ക്കാണ്. സംഗീത മുകളിലത്തെ നിലയിലും. ഇവർ നേരിൽ സംസാരിക്കാറില്ല. ഒരു സ്ത്രീ നേരിട്ട് അനീതിയാണിതെന്നാണ് ജേർണലിസ്റ്റ് ബാലാജി പ്രഭു കഴിഞ്ഞ ദിവസം പറഞ്ഞത്.